നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ എത്രയാണ്? അപ്പം നിങ്ങൾ സാധാരണ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇയർ എടുക്കും. ആ ഇയറിൽ എത്രയാണോ എക്സ്പെൻസ് വന്നിട്ടുള്ളത് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നിങ്ങളൊരു ആൻസർ പറയും. ഓക്കെ. ക്വസ്റ്റ്യൻ ഇത് ഒരു ശരിയായ മെത്തേഡാണോ? കാരണം ഒരു ഇയറിൽ നിങ്ങൾക്ക് പല ഫെസ്റ്റിവൽസ് വന്നിട്ടുണ്ടാവും. ചിലത് നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാവും, ചിലത് നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ആഘോഷിച്ച ഫെസ്റ്റിവൽ അത് കഴിഞ്ഞ വർഷം ഇതിലും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനടുത്ത വർഷം നിങ്ങൾ കുറഞ്ഞ എമൗണ്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി വേറൊരു കേസ്, നിങ്ങൾ ഗസ്റ്റ് വരുന്നു. ഇപ്പോൾ ചില ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ചില മന്തിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ്പെൻസ് കൂടുതലാവും. ഓക്കെ. അപ്പോൾ ചില ഇയറിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. ഇനി അത് മാത്രമല്ല, ഈ എല്ലാ ഗസ്റ്റുകളും നമ്മൾ ഒരേ രീതിയിലായിരിക്കില്ല ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം ചില ഗസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഗസ്റ്റ് 1നെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഗസ്റ്റ് 2നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് 2ന് വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടുതലാവുന്നിരിക്കും. ഓക്കെ. ഈ എല്ലാ മാസവും ഗസ്റ്റ് 2 വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനി ചില മാസം ഗസ്റ്റ് 1 വരും, ഗസ്റ്റ് 2 വരും. ഓക്കെ. ഇതൊന്നും എല്ലാ മാസവും സംഭവിക്കുന്നതല്ല. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യമൊക്കെ സംഭവിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ആവറേജ് മന്ത്ലി എക്സ്പെൻസ് പറയുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് എപ്പോഴെങ്കിലും നിങ്ങളുടെ സംഭവിക്കുന്നത്, അതായത് ഗസ്റ്റ് വരുന്നത്, ആ സമയത്ത് എക്സ്പെൻസ് കൂടുന്നത്. ഓക്കെ. അത് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ്. എല്ലാ മാസവും സംഭവിക്കില്ല, എല്ലാ വർഷവും സംഭവിച്ചോളണമെന്ന് ഉറപ്പൊന്നുമില്ല. ഇനി വേറൊരു കേസ്, നിങ്ങളുടെ കോളേജിലേക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണ്? ഇപ്പം നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നത് നിങ്ങളുടെ കുറേ മന്ത്സ് എടുക്കും. അതിൽ വരുന്ന എക്സ്പെൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എത്ര മന്ത് ഉണ്ടോ അതാണ് ഡിവൈഡ് ചെയ്യും. ഓക്കെ. ഇവിടെ ചില മാസങ്ങളിൽ ചിലപ്പോൾ ഹർത്താൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബസ്സിന്റെ പണിമുടക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് വന്നിട്ടുണ്ടാവും. ഈ സമയത്തെല്ലാം ചിലപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി എടുത്ത് വരേണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് വരേണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചുറ്റുവളഞ്ഞ് വരേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ എക്സ്പെൻസ് കൂട്ടും. ഓക്കെ. പക്ഷേ എല്ലാ മാസവും ഇതുപോലെ ഹർത്താൽ, റോഡ് പണി ഉണ്ടായിട്ട് റോഡ് ബ്ലോക്ക് ആവുമോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് വരേണ്ടി വരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടി ഉപയോഗിക്കേണ്ടി വരുമോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ എക്സ്പെൻസ് കൂട്ടും. ഒരു കൂടിയ എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഹർത്താൽ അല്ലെങ്കിൽ ബസ് പണിമുടക്കുള്ള ദിവസം കോളേജിൽ എത്താനുള്ളത് എക്സ്പെൻസ് കൂടിയ ഒരു കാര്യമാണ്. ഇത് എല്ലാ മാസവും സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കും. ഓക്കെ. അപ്പം ഈ കാര്യത്തിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആവറേജ് എക്സ്പെൻസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാനാണ് നമ്മൾ അമോർട്ടൈസ്ഡ് അനാലിസിസ് കൊണ്ടുവന്നത്. അതായത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യം, അത് കൂടിയ എക്സ്പെൻസിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അനലൈസ് ചെയ്യാനാണ് നമ്മൾ അമോർട്ടൈസ്ഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൾറെഡി ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അസിംപ്റ്റോട്ടിക് അനാലിസിസ് പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി സെർച്ചിങ്, സോർട്ടിങ് ഇതെല്ലാം പഠിക്കുന്ന സമയത്ത്. ഇതും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അമോർട്ടൈസ്ഡ് അനാലിസിസും നമ്മൾ എന്താണ് വ്യത്യാസമുള്ളത്? ഇപ്പം നമ്മൾ ക്വിക്ക് സോർട്ട് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു പിവറ്റ് എലമെന്റ് എടുക്കുന്നു. ആ പിവറ്റ് എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ഈ അറേ എക്സാക്ട്ലി n/2 n/2 ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് കേസ്. n log n ആയിരിക്കും കോംപ്ലക്സിറ്റി. ഇനി ഈ പിവറ്റ് എലമെന്റ് ബാക്കിയുള്ള n-1 എലമെന്റ്സിനെയും ഒന്നുകിൽ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ മാറ്റി കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി n² ആയിരിക്കും. അത് വേഴ്സ്റ്റ് കേസ് ആണ്. ഇനി ഈ ഒരു സിറ്റുവേഷൻ ആവറേജ് കേസ് എന്ന് പറയുന്നത് ഈ സെലക്ഷൻ ഓഫ് ദ പിവറ്റ് എലമെന്റ്, ഇത് നിങ്ങളുടെ n എലമെന്റ് അരയെ 1
1/4 ലെഫ്റ്റിലും 3/4 റൈറ്റിലും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രൊപ്പോർഷനിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ ആവറേജ് കേസ് എന്ന് പറയുന്നത്. കോംപ്ലക്സിറ്റി അനലോഗ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പിവറ്റ് എലമെന്റ് സെലക്ഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻപുട്ട് അറേ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പക്ഷെ അമോർട്ടൈസ്ഡ് അനാലിസിസ് ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആവറേജ് കേസ് അനാലിസിസ് നിങ്ങൾക്കൊരു കോംപ്ലക്സിറ്റി തരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പിവറ്റ് എലമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അറേയുടെ കണ്ടീഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊരു കോംപ്ലക്സിറ്റി ഇന്നതാണ്, ഒരു കോസ്റ്റ് ഇന്നതാണെന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അമോർട്ടൈസ് അനാലിസിസ് ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതൊരു പ്രോബബിലിറ്റി എന്നുള്ളൊരു കേസ് ഈ അമോർട്ടൈസ് അനാലിസിസിൽ വരുന്നില്ല. ഓക്കെ, നമ്മളൊരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യുന്നു, അതായത് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഫെസ്റ്റിവൽസ് കയറി വരുന്നു, ഗസ്റ്റുകൾ കയറി വരുന്നു, ആ സമയത്തെല്ലാം നമ്മുടെ എക്സ്പെൻസ് പെട്ടെന്ന് കൂടും, അല്ലെങ്കിൽ ആ മന്തിലെ എക്സ്പെൻസ് പെട്ടെന്ന് കൂടും. ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല, എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അതായത് കൂടിയ കോസ്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കേസിൽ വരുന്ന, അതായത് നമ്മളങ്ങനെ ജീവിച്ചു പോകുന്ന ഇതിനിടയ്ക്ക് വരുന്ന ഒരു സംഭവം, ആ രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് അമോർട്ടൈസ് അനാലിസിസ്. അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല. ഇതിന് ഈ പറഞ്ഞ ഗസ്റ്റ് വന്നു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനും ഒരു കുറഞ്ഞ എക്സ്പെൻസ് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ മൊത്തം ജീവിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അമോർട്ടൈസ്ഡ് അനാലിസിസ്. അതായത് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കോസ്റ്റ് കൂടിയ ഒരു വർക്ക് ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞാൽ, ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ, ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് കൂടിയ ഓപ്പറേഷൻ അതിൻ്റെ കൂടെ നടന്നു പോകും. പക്ഷേ ഈ പറഞ്ഞ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കും? അത്രമാത്രം കൂടുതലൊന്നായിരിക്കില്ല, കുറവായിരിക്കും, വളരെ ചെറിയ കോസ്റ്റ് ആയിരിക്കും. അതായത് നമ്മളൊരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് നടത്തുന്നു, അതായത് നമ്മൾ ജീവിച്ചു പോകുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കോസ്റ്റ് കൂടിയ ഓപ്പറേഷൻസ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോസ്റ്റ് കൂടിയ ഓപ്പറേഷൻ ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അതിൻ്റെ കോസ്റ്റും എന്തായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ ആവറേജിനകത്ത് ഒതുങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിൽ ഒതുങ്ങും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാനാണ് നമ്മൾ അമോർട്ടൈസ്ഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്.